വാർത്ത കേൾക്കാതെ ഒരു ദിവസമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. കൊതുക് പെറ്റുപെരുകുന്നത് പോലെ നാട്ടിലെ ക്രൂരതയും കുറ്റകൃത്യങ്ങളും ദിനം പ്രതി വർദ്ധിക്കുകയാണ്. ഫോർട്ട് കൊച്ചിയിലാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം. ബിനോയ് സ്റ്റാൻലി എന്ന യുവാവിനെ അതിക്രൂരമായാണ് കൊലപ്പെടുത്തിയത്. അതിന്റെ ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങളും ഇന്ന് പുറത്തു വന്നു. കാലങ്ങളായുള്ള വ്യക്തിവൈരാഗ്യം മനസ്സിൽ കൊണ്ടു നടന്ന അലൻ ആസൂത്രിതമായാണ് കൊലപാതകം നടത്തിയത്. ഞെട്ടിപ്പിക്കുന്ന കണക്കെന്തെന്നാൽ 6 മാസത്തിനിടെ എറണാകുളത്ത് നടന്ന 8ാമത്തെ കൊലപാതകമാണ് ഫോർട്ട് കൊച്ചിയിലേത്. രണ്ടുപേർ തമ്മിലുള്ള സംസാരം തർക്കത്തിലേക്കും പിന്നീട് കൊലപാതകത്തിലേക്കും നീങ്ങിയത് കേവലം 3 മിനിറ്റുകൾ കൊണ്ടാണ്. ബിനോയ് സ്റ്റാൻലി ജോലി ചെയ്യുന്ന ഫോർട്ട് കൊച്ചിയിലെ മറൈൻ ഷോപ്പ് എന്ന സ്ഥാപനത്തിൽ കയറിയാണ് അലൻ അരുംകൊല നടത്തിയത്. മാസങ്ങളായി മനസ്സിൽ കിടന്ന് പടർന്നു പന്തലിച്ച പകയാണ് അലനെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ആ പകയ്ക്ക് മാസങ്ങളുടെ പഴക്കമുണ്ട്. അലനെ വിശദമായി ചോദ്യം ചെയ്താലേ മുൻവൈരാഗ്യത്തിന്റെ പൂർവ്വകാല ചരിത്രം ചുരുളഴിയും. പഴുതടച്ച ആസൂത്രണത്തിലൂടെയാണ് കൊലപാതകം നടത്തിയത്. കൃത്യം നടത്തി അലൻ പുറത്തേക്കിറങ്ങി മണിക്കൂറുകൾക്ക് ശേഷമാണ് പുറം ലോകം വിവരമറിയുന്നത്. ഉടൻ തന്നെ ജില്ല മുഴുവൻ അലനു വേണ്ടിയുള്ള വല വിരിച്ചു പോലീസ്. പക്ഷേ വീട്ടിൽ കിടന്ന പ്രതിക്ക് സുഖനിദ്ര. പിറ്റേ ദിവസം ഉച്ചയോടുകൂടി മാത്രമാണ് പ്രതിയെ സ്വന്തം വീട്ടിൽ നിന്ന് പോലീസിന് പിടികൂടാനായത്. എറണാകുളം ജില്ലയിലെ സമീപകാല കൊലപാതകങ്ങളുടെ കണക്കും ഞെട്ടിക്കുന്നതാണ്. പള്ളുരുത്തിയിലെ കൊലപാതകം, ആലുവയിലും നെടുമ്പാശ്ശേരിയിലും ഉണ്ടായ ഞെട്ടിക്കുന്ന കൊലപാതകങ്ങൾ, പെരുമ്പാവൂരിലെ ആൾക്കൂട്ടക്കൊല. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 8 കൊലപാതകങ്ങളാണ് നടന്നതെന്നാണ് പോലീസിന്റെ കണക്ക്. കൊച്ചിയിൽ നിന്ന് സച്ചിൻ ചന്ദ്രയ്ക്കൊപ്പം അശ്വിൻ പാലാഴി, 24.